സോ ഈ ആൻഡ് റോഡ് ടുവേർഡ്സ് സിക്കിമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പൂക്കൾ കാര്യങ്ങളുള്ള ഒരു അടിപൊളി സ്പോട്ട് കാര്യങ്ങളാണ് ഇത്. ഞാനിപ്പോൾ സിക്കിം പോണ വഴിക്കുള്ള പൈൻ വാലി കാര്യങ്ങളാണ്. ഫുൾ വാലി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഇവിടുന്ന് കാണാനായിട്ട് ഉള്ളിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, മാജിക്കൽ. സോ ഈ കാണുന്നത് ലമാട്ട എക്കോ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കറക്റ്റ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല. ടിക്കറ്റിന് 20 റുപ്പീസാണ്. ചിൽഡ്രൻസ് അബൌട്ട് 10 years. ആൻഡ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. വെസ്റ്റ് ബംഗാൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. സോ ഇതാണ് കറൻ്റ്ലി ഉള്ള വ്യൂ കാര്യങ്ങൾ പാർക്കിൻ്റെ. സോ ഇവിടെ എൻട്രൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ആൻഡ് പാർക്കിംഗ് അവിടെയാണ് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. പേ പാർക്കിംഗ് ആണ്. അതിൻ്റെ മുകളിൽ ലമാട്ട അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് കാര്യങ്ങളെല്ലാം വെച്ച് കുറേ ഫ്ലാഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പോകണ ഒരു പരിപാടി നമുക്കില്ല ഇപ്പോൾ. നമ്മൾ ജസ്റ്റ് കണ്ട് പുറത്തുനിന്ന് കണ്ട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. സോ ഞാനിപ്പോൾ കാലിപ്പോങ് പോകുന്ന വഴിക്ക് ഒരു ഹിൽ വ്യൂ, ഹോട്ടൽ ഹിൽ വ്യൂ എന്ന് പറഞ്ഞ ബോർഡ് കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു. സോ ലൈക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 1000 റുപ്പീസാണ്. എൻ്റെ ഇവിടുത്തെ ലൈക്ക് സറൗണ്ടിങ് വ്യൂ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളുണ്ട്. ഫോക്കി the honor of Hotel Hillview. You can just stay here and enjoy the view at just ₹999. And this location it's coming. When you are coming from this route from Siliguri to Darjeeling, we have Pesok Road. Just 7 kilometers from Tista Bazaar, and just near to the Lamata and Gumbadara viewpoint, famous park जो Mamta Park है. So is there any specialty in this place, like any temples or something? जी से? Any temples or something? No, here is a viewpoint. There is a viewpoint On the top. named Gumbadara viewpoint. Okay. Very famous viewpoint. The view is amazing from there. And the people, they are that Om Namah Shivaya, the Shiva that. These are the Bolbam Yatra. So where they They are coming from Tista Triveni to Darjeeling route. This is the Bolbam Yatris. Bolbam. Yes. സോ അവിടെ നിങ്ങൾ കാണുന്ന അവിടെ ലൈക്ക് നമ്മുടെ ലൈക്ക് മൂന്നാറ് കാര്യങ്ങളുള്ള ലൈക്ക് ഹോം സ്റ്റേ, ലൈക്ക് ഒരു കോട്ടേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എത്രയാണെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വാലി ലൈക്ക് പ്രോപ്പർ വില്ലേജ് കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് മിക്സ്ഡ് ഏരിയ എന്ന് തന്നെ പറയാം. ടൂറിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഏരിയ. ആൻഡ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പം സമയം 5 മണിക്ക് കഴിയാറ്, 5 മണി കഴിഞ്ഞു. സോ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ട്രീസ് ആയിരിക്കും. ഒരു ലൈക്ക് കോട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പിലാണ്, ലൈക്ക് ഓൾട്ടിറ്റ്യൂഡ് ലൈക്ക് മുകളിലാണ്. അപ്പോൾ അതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അറിയില്ല എന്താണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
സോ അതാണ് ഹോട്ടൽ, കാണുന്ന ഹോട്ടൽ കാര്യങ്ങളെല്ലാം. നമ്മുടെ ബൈക്ക് കാര്യങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇവിടുന്ന് കറൻ്റ്ലി ഉള്ള വ്യൂ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഇവിടെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളല്ലാണ്ട് മൂപ്പറാണ് ലൈക്ക് കൗബോയ് സ്റ്റൈൽ അടിപൊളി ഒരു ഒന്നാന്തരം ലുക്കിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്യാപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിൽക്കുന്നത്. സോ ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടാന്ന് പറഞ്ഞാൽ ഡാർജിലിംഗിന് താണ്ടി ഗുമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ താണ്ടി നമ്മൾ സിക്കിം പോണ റൂട്ടിൽ ലൈക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, 360 പനോറമിക് വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്ന. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗാങ്ടോക്ക്, നംചി, കാലിപ്പൊങ്കൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫോഗ് ഇല്ലാന്നുണ്ടെങ്കിൽ, വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഈ ഒരു ലൈക്ക് പോണ വഴിക്ക് റോഡ് സിക്കിം പോണ വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം കണ്ടു. 5 o'clock ആയി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലൈക്ക് 4:35 ഒക്കെ ആയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് ചായ കാര്യങ്ങളെല്ലാം കുടിച്ചു. സോ ഇവിടെ ഞാൻ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓടിക്കാൻ താല്പര്യമില്ല. സീൻ ഇപ്പോൾ നൈറ്റ് ഇവിടെ വന്ന് ലൈക്ക് ടെൻറ്റ് കാര്യങ്ങളെല്ലാം പിച്ച് ചെയ്തു. ലൈക്ക് ഇപ്പോൾ ടെൻറ്റ് കാര്യങ്ങളെല്ലാം പിച്ച് ചെയ്തു. നൈറ്റ് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. സോ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് വാമാവാൻ വേണ്ടിയിട്ട് ലൈക്ക് ക്യാമ്പ് ഫയർ കാര്യങ്ങളിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഒത്തിരി തണുപ്പായിരുന്നു. ഇപ്പോൾ ലൈക്ക് ഹീറ്റ് ആവുന്നുണ്ട്, വാമപ്പ് ആവുന്നുണ്ട്. കാരണം ഫയർ ഇട്ടേക്കാണ്. ഈ ഫയർ ഇട്ട ഒരു ടെക്നിക്ക് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് ആൾ പഠിപ്പിച്ചെന്നൊരു ടെക്നിക്കാണ്. ബും എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു ബ്ലാസ്റ്റർ. നമ്മൾ സാധാരണ ക്യാമ്പ് ഫയർ ഇടുന്നൊരു ടെക്നിക്കല്ല. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഉൾട്ടാ വേ. ഇതെന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് എപ്പോൾ ആണെങ്കിലും അടിയിൽ നിന്ന് ബും എന്നും പറഞ്ഞിട്ട് പമ്പ് ചെയ്ത് വരാം. സോ അങ്ങനത്തെ ഒരു ക്യാമ്പ് ഫയർ ആണിത്.